ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. വാഗ്ദത്തം, നമ്മുടെ ചിന്താവിഷയം വാഗ്ദത്തം എന്നുള്ളതാണ്. പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. നാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ദൈവം തരുന്ന വാഗ്ദത്തം നിത്യജീവനാണ്. നിത്യസ്വർഗം, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. അതാണ് ദൈവം തരുന്ന ഒന്നാമത്തെ വാഗ്ദത്തം. അതിനെക്കുറിച്ച് വിശദമായി നാം ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത് നാം ചിന്തിച്ചു, എന്താണ് വാഗ്ദത്തം? സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പിശാചിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബന്ധനങ്ങളിൽ നിന്ന്, പലതരം ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം, ആന്തരികമായ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇങ്ങനെ സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് നാം വിശദമായി ചിന്തിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ലഭിക്കും. നമുക്കെല്ലാം പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തെക്കുറിച്ച് അറിയാം, പക്ഷേ പലർക്കും ഇത് ലഭിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നമ്മുടെ അകക്കണ്ണ് തുറക്കും, അകത്തെ കണ്ണ് തുറക്കും, ഉൾക്കണ്ണ് തുറക്കും. ആന്തരികമായ ഒരു ദർശനം നമുക്ക് ലഭിക്കും. പറയുന്നത് വിഷൻ കിട്ടുന്നതല്ല, ഒരു വിഷൻ കിട്ടുന്ന കാര്യമല്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ മനോഭാവങ്ങൾ മാറും, എല്ലാ പ്രകൃതിയിലും മാറ്റം വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ നമുക്ക് പാപത്തിന്മേൽ ജയമുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ നമുക്ക് ശാപങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ, ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവ്, ഇന്ന് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നുള്ളതായ ഒരു വലിയ തടസ്സം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുക. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധമുണ്ട്, ദൈവിക ബോധമുണ്ട്, ഭക്തിയുണ്ട്. എന്നാൽ അതിനപ്പുറം നിത്യനായ ദൈവത്തിൻ്റെ ആത്മാവ്. കഴിഞ്ഞൊരു അവസരത്തിൽ ഞാൻ ഈ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെ, ദൈവം തന്നെ. എന്നാൽ ആ തൃത്വം 3 ക്നോമകളാണ്. അതേക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് പറഞ്ഞത് സൂര്യൻ, ആ സൂര്യൻ്റെ പ്രകാശം ഒന്ന്, വെളിച്ചം. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശം മാത്രമല്ല, സൂര്യനിൽ ചൂടുണ്ട്, സൂര്യൻ്റെ രശ്മിയുണ്ട്. സൂര്യരശ്മികളുണ്ട്, സൂര്യന് ചൂടുണ്ട്, സൂര്യന് പ്രകാശമുണ്ട്. ഇത് വെവ്വേറെയല്ല, ഒന്ന് തന്നെയാണ്, പക്ഷേ 3 താനും. ഇത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. 3 വെളിച്ചവും രശ്മിയും ചൂടും 3, പക്ഷേ 3 കൂടുന്നത് ഒന്ന് തന്നെയാണ്. എന്നതുപോലെ ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവ്. ഈ പെന്തക്കോസ്തി പെരുന്നാൾ ദിവസമുള്ള പ്രമേയങ്ങളും സദറാകളും നാം ധ്യാനിച്ച് വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവിൻ്റെ നൽവരം എന്താണ് എന്ന്, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ കാത്തിരിപ്പ് എന്താണ് എന്ന്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് പിതാക്കന്മാർ ഇതിൽ അനുഭവിച്ചിരുന്നു. പൂർവിക പുണ്യപിതാക്കന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നൽവരം ആസ്വദിച്ചിരുന്നു, അനുഭവിച്ചിരുന്നു, രുചിച്ചറിഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവുള്ളതായ വിശ്വാസം നമുക്ക് ലഭിച്ചാൽ നാം ഭാഗ്യശാലികളായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, പരിശുദ്ധാത്മാവെല്ലാം ഗ്രഹിക്കുന്നു, എല്ലാം കുറിച്ചു വയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ്, ജീവപ്രകാശമാകുന്ന പരിശുദ്ധാത്മാവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രാപിക്കാനുള്ളതായ ഒന്നാമത്തെ കണ്ടീഷൻ, വ്യവസ്ഥ, വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന് ശേഷം 7-ാം അധ്യായം 37-ാം വാക്യം ഒന്ന് വായിക്കുക. അപ്പോൾ കാണാം, അവിടെ വ്യക്തമായി പറയുന്നുണ്ട്
രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ആത്മാവ്, പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർ മാത്രമേ ആത്മാവിന് ലഭിക്കുകയുള്ളൂ. ദൈവത്തെ വിശ്വസിക്കുക, അതായത് ത്രിയേക ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആത്മാവിന് ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കുക. ഇന്ന് വന്നിരിക്കുന്ന ഒരു വലിയ അപകടം, നമ്മിൽ അനേകർക്കുള്ള അപകടം, ആത്മാവിനുള്ളതായി വിശ്വാസം വേണ്ടത്ര വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആത്മാവിനുള്ള വിശ്വാസം വരാത്തത്? ആത്മാവിനുള്ള വിശ്വാസം വരാത്തതിന് ഒരു കാരണം നമ്മുടെ സ്വന്തമായ സ്വഭാവത്തിലുള്ള ന്യൂനതകൾ നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ സ്വഭാവത്തിൽ ഇന്നിന്ന ബലഹീനതകളുണ്ട്, ഇന്നിന്ന കുറവുകളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് പോകും. അറിഞ്ഞാൽ മാത്രം പോരാ, അത് മാറിയേ പറ്റൂ എന്നുള്ള നിർബന്ധം ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന പോരായ്മകളുണ്ട്, അതൊരു വലിയ വെളിവാണ്, വലിയൊരു പ്രകാശമാണ്, ഒരു വലിയ സുബോധമാണ്. എന്നിൽ ഇന്നിന്ന കാര്യങ്ങളിൽ കുറവുണ്ട്. പലതും നമുക്കറിയാം, ഇന്ന കാര്യങ്ങൾ കുറവുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അത് മാറണമെന്നുള്ളതായി നിർബന്ധം പലർക്കുമില്ല. മാറിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല എന്നുള്ള ബോധം പലർക്കുമില്ല. അനേകം പേര് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്നുണ്ടല്ലോ, അനേകം പേര് വചനം കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജീവൻ്റെ വചനം, സത്യവചനം തന്നെയാണ് കേൾക്കുന്നത്, അത് എല്ലാവർക്കും അറിയാൻ താനും. പക്ഷേ ഒരു മുഴുവനായിട്ടുള്ള ഒരു വിശ്വാസം ലഭിക്കുന്നില്ല, സമ്പൂർണ്ണമായ വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിന് പോവുക. നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. വിശ്വാസം ഉണ്ടെങ്കിലേ പാപമോചനമുള്ളൂ, വിശ്വാസം ഉണ്ടെങ്കിലേ രോഗസൗഖ്യമുള്ളൂ. രക്തവാർച്ചക്കാരി സ്ത്രീ, 12 കൊല്ലം രക്തവാർച്ചയുണ്ടായിരുന്ന സ്ത്രീ കർത്താവായ യേശുവിൻ്റെ പിന്നാലെ വന്നു. മുമ്പിൽ ചെല്ലാൻ സാധിക്കില്ലായിരുന്നു, അത്ര പുരുഷാരമാണ്. എന്നാൽ പിറകിൽ കൂടി ചെന്നു, എങ്ങി നിന്ന് കർത്താവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. കർത്താവ് അവിടെ നിന്നു. ആരാണ് തൊട്ടതെന്ന് ചോദിച്ചു. മറിഞ്ഞിരിക്കാൻ സാധ്യമല്ലെന്ന് സ്ത്രീക്ക് മനസ്സിലായി. അവൾ മുന്നോട്ട് വന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് എല്ലാവരും തൊടുകയല്ലേ, എല്ലാവരും തിരികെ പോകുമ്പോൾ തൊട്ടു പോകുന്നുണ്ടല്ലോ. അല്ലല്ല, ഒരാൾ എന്നെ മനഃപൂർവ്വം തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. വിശ്വാസത്തോടെ തൊട്ടാൽ ശക്തി പുറപ്പെടും, ഇല്ലെങ്കിൽ ആ ആൾക്കൊന്നും കിട്ടുകയില്ല. വിശ്വാസത്തോടെ കർത്താവ് ആ സ്ത്രീയെ വളരെ ആർദ്രതയോടെ നോക്കി. അവൾ തനിക്ക് സംഭവിച്ചു പറഞ്ഞു. ഞാൻ തൊട്ട മാത്രയിൽ എൻ്റെ രക്തസ്രവം നിന്നു. ആ തൊട്ട നിമിഷം, അതേ നിമിഷം തന്നെ എൻ്റെ രക്തവാർച്ച നിന്നു. ആ സ്ത്രീ അത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മകളെ. കർത്താവ് അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുള്ളൂ, പാവിനിയായ മഗ്ദൽ മറിയാമിനെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുള്ളൂ. എന്നാൽ കർത്താവ് ഈ അവശയായ സ്ത്രീയെ, 12 കൊല്ലം രക്തവാർച്ചയായി വിഷമിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ കർത്താവ് വിളിച്ചത് മകളെ എന്നാണ്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പാവനിയായ സ്ത്രീ വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കനാന്യ സ്ത്രീ മകളുടെ ഭൂതോപദ്രവത്തിന് പറയാനായിട്ട് വന്നു. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു പറഞ്ഞു. ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അതൊന്നും കർത്താവ് ശ്രദ്ധിച്ചില്ല, അവളുടെ നേരെ നോക്കിയുമില്ല. അവൾ പറയേ വരികയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ കർത്താവേ, അവളൊന്ന് വേഗം പറഞ്ഞു വിട്, കുറേ നേരമായല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നു. അവളെ ഒന്ന് ഒഴിവാക്കാനാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകൾക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവള് പുറജാതി സ്ത്രീയല്ലേ, കനാന്യ സ്ത്രീയല്ലേ, സുറഫോയിക്ക ജാതിയിലുള്ള ഒരു കനാന്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആശയ്ക്ക് വകയില്ല. കർത്താവ് പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇതാണ്. എന്നാൽ ആ സ്ത്രീ പിന്നെയും മുന്നോട്ട് വന്നു.
കർത്താവിൻ്റെ മുമ്പിൽ മുന്നോട്ട് വന്നു എന്നാണ് ഭാവിക്കുന്നത്. മുന്നോട്ട് വന്നു, എൻ്റെ മകൾ ഭൂതോദരം കഠിനമായിരിക്കുന്നു, കർത്താവെ കനിയണമേ. അപ്പോൾ പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വിഹിതമല്ല. എത്ര വേദനാകരമായ വാക്കാണ് പറഞ്ഞത്, ദുസ്സഹമായ വാക്കല്ലേ. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വിഹിതമല്ല. അവളുടെ കുട്ടി ഒരു നായ്ക്കുട്ടിയായിട്ടും അവളെ ഒരു നായായിട്ടും കർത്താവ് കണ്ടു എന്ന് പറയുമ്പോൾ പിന്നെ നിന്നിട്ട് ആവശ്യമില്ലല്ലോ. ആ പരിഭവത്തോടാണെങ്കിൽ തിരിച്ചു പോകാം. പക്ഷേ പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം തിന്നാണല്ലോ നായ്ക്കുട്ടികളും വളരുന്നത്. മക്കൾ തിന്നതിൻ്റെ എച്ചിൽ ശേഷിപ്പ് അത് തിന്നാണല്ലോ നായ്ക്കുട്ടികളും വളരുന്നത്. അവൾ വിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോൾ കർത്താവ് അവിടെ നിന്നു, അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നിമിഷം തന്നെ അവളുടെ വീട്ടിൽ ബോധരഹിതയായി കിടക്കുന്ന ഭൂതബാധിതയായ പെൺകുട്ടി സുഖം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഒന്നും കിട്ടുകയുമില്ല. വചനം ധാരാളം കേൾക്കും, വചന ശുശ്രൂഷയിൽ നാം പങ്കെടുക്കും, നാം തീർച്ചയായിട്ടും വരുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിലിരുന്നാൽ ഒന്നും നമുക്ക് കിട്ടുകയില്ല. ഏതെങ്കിലും ചില മുൻവിധികൾ നമ്മുടെ ഹൃദയത്തിലിരുന്നാലും ഒന്നും കിട്ടുകയില്ല. മുൻവിധികൾ ചിലപ്പോൾ നമുക്ക് ചില മുൻധാരണകൾ, ആരെല്ലാമോ പറഞ്ഞു കേട്ട് ചില ധാരണകളായിരിക്കാം. അപ്പോൾ വചനം പറയും, ദൈവമക്കളെക്കുറിച്ച് ഏതെങ്കിലും ഒരു മുൻവിധി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കുകയില്ല, കിട്ടുകയില്ല, ഉള്ളത്തിൽ കിടക്കുകയില്ല. കാരണം ഒരു പ്രകടമായ അവിശ്വാസമൊന്നുമില്ല. എങ്കിൽ പോലും ഒരു നേരിയ ലാഞ്ചന പോലെ ഒരു അവിശ്വാസത്തിൻ്റെ കണിക നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒന്നും കിട്ടുകയില്ല. രോഗസൗഖ്യം മാത്രമല്ല, പാവമോചനം മാത്രമല്ല, പാവബന്ധനം കഴിയുക മാത്രമല്ല, എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള വിശ്വാസം, ആത്മാവ് ഉപയോഗിക്കും ദൈവമക്കളിലുള്ള വിശ്വാസം, അതും വേണം. ദൈവമക്കളിലും വിശ്വാസം വേണം. ദൈവത്തിന് വചനം പറയുന്നവർ ആ പറയുന്ന വാക്കുകൾ അവരുടെ സ്വന്തമാണ്, അവരുടെ ചിന്തയിൽ നിന്ന് വരുന്നതാണ്, അവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നാണ് പറയുന്നതെന്ന് തോന്നിപ്പോയാൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്ന സ്വർഗീയ ഭോജനമാണ് ഇത് എന്ന് വചനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരുന്ന മന്നായാണിത് എന്ന് നിങ്ങൾക്കങ്ങനെ തോന്നാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ജയം കിട്ടും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി മന്ന അയച്ചു തന്നിരിക്കുന്നു. മരുഭൂമിയിൽ കൂടി പോകുന്ന ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് അന്ന് മന്ന പൊഴിച്ച് കൊടുത്തതുപോലെ, സ്വർഗീയ ഭോജനം കൊടുത്തതുപോലെ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അയച്ചു തരുന്ന മന്നയാണിത്. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. വിശ്വാസമില്ലെങ്കിൽ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാലും കേട്ടാലും നല്ല പ്രസംഗമാണെന്നൊക്കെ തോന്നിയാലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയില്ല. ശിഷ്യന്മാരുടെ അവസരത്തിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. കർത്താവ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ കടുകുണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീ കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കുമെന്നേ പറഞ്ഞുള്ളൂ, വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല. വിശ്വാസം ശിഷ്യന്മാർക്ക് ആഗ്രഹം, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്നേ അവർ പറഞ്ഞുള്ളൂ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് മുറ്റിയ വിശ്വാസം ഉണ്ടെങ്കിൽ, കടുകുമണി ചെറുതാണെങ്കിലും അതിനകത്ത് അതിൻ്റെ കാമ്പ് മുറ്റിയിരിക്കുന്നത് പോലെ നിറഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ഇപ്പോൾ ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് ദൈവത്തിലും, ദൈവമക്കളിൽ എത്ര വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ വചനം പറയുന്നവരിൽ എന്ത് വിശ്വാസമുണ്ട്, എത്രമാത്രം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിലെ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ വചനം പറയുന്ന ആളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ വരും, ഇങ്ങനെയൊക്കെ വരാം. ചിലരുടെ ചില പ്രതിപത്തിയൊക്കെ ഉണ്ട്, അവരോട് മുഖോഷമുണ്ട്, എന്നെ അത് ഗവനിക്കുന്നില്ല, എനിക്ക് അല്ല എൻ്റെ ഭക്തികേടുണ്ടായിരിക്കും, എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മ്ലാനതയിലിരുന്നാൽ, നിങ്ങളുടെ പരിഭവത്തോട് ഇരുന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല, ആത്മാവിൻ്റെ ഒന്നും കിട്ടുകയില്ല. അതുകൊണ്ട് വിശ്വാസം വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവമക്കളിലുള്ള വിശ്വാസം, ദൈവത്തിലും ദൈവമക്കളിലുള്ളതായ വിശ്വാസം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ പുഷ്ടിപ്പെട്ടു പോകാം, ഉയർന്നു പോകാം, വളരാം, ആത്മാവിൽ വളരാം, നിങ്ങൾക്ക് ജീവചൈതന്യം പ്രാപിക്കാം. ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ഉരുവാകും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം. കന്യാമാതാവ് മാലാഖയുടെ ശബ്ദം കേട്ടപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ, അതിൻ്റെ വരുമരായികളൊന്നും ചിന്തിച്ചില്ല. കന്യകയാണ്, വിവാഹിതയല്ല, വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴുണ്ട് ഗർഭിണിയാകുമെന്ന് പറയുന്നു. സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ കന്യാമാതാവ് എന്താ ചെയ്തത്? വിശ്വസിക്കാൻ പ്രയാസമായ കാര്യം, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന വാക്ക് കേട്ടപ്പോഴേക്കും നിറഞ്ഞ വിശ്വാസമായി. ദൈവമാണ് എനിക്ക് ഈ ദൂത് തരുന്നതെന്നും ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ ഹിതമാണ് എന്നെ അറിയിച്ചതെന്നും ആ ഒരു വിശ്വാസം വിശുദ്ധ കന്യാമാതാവിനുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വാക്ക് പോലെ ഇനി ഭവിക്കട്ടെ. സമ്പൂർണമായി താഴ്ത്തി കൊടുക്കുവാൻ, വിശ്വാസത്തോടെ താഴ്ത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം സമൃദ്ധിയായി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം കൃപ ചെയ്ത് നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതങ്ങൾ പറയുകയല്ല നാം പോകുന്നത്. അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ അനുഭവിച്ച് മേൽപ്പാകം വരികയിലും തീരുമാനിച്ച് എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ കർത്താവ് തരികയും ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു, എൻ്റെ ആഗ്രഹം കാണുന്ന ക്രിസ്തു, എൻ്റെ ജീവിതം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു, എനിക്ക് വേണ്ടി കരുതുന്ന ക്രിസ്തു, എൻ്റെ യേശു എൻ്റെ അരികിലുണ്ട്. ഞാൻ പറയുന്നത് യേശു കേൾക്കുന്നുണ്ട്. എന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ, സമർപ്പണം വരുമ്പോൾ ക്രിസ്തു ഉരുവാകും. കന്യാമാതാവിൻ്റെ ശരീരത്തിൽ, ഗർഭപാത്രത്തിൽ ശിശു ഉരുവായത് ആ ഒരു സമർപ്പണത്തിൽ കൂടിയാണ്. സമർപ്പണത്തിന് പിന്നിൽ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. വരും വരായികളൊന്നും ചിന്തിക്കുന്നില്ല, ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. എന്ത് സംഭവിക്കും? എത്രയോ വലിയ അപമാനമായിരിക്കും വരാൻ പോകുന്നത്. വിവാഹിതയല്ലാത്തൊരു സ്ത്രീ ഇതാ ഗർഭിണിയായിരിക്കുന്നു. നാം വായിക്കുന്നത് കന്യാമാതാവ് ആ കാലങ്ങളിൽ മലനാട്ടിൽ യഹൂദി പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ടു പോയി എന്നാണ്. കാരണം നാട്ടിൽ നിൽക്കാൻ വയ്യ. ആളുകളുടെ ചോദ്യങ്ങളും ആളുകളുടെ സംശയങ്ങളും ആളുകളുടെ അപവാദശരങ്ങളും ഏറ്റ് വലഞ്ഞ് കന്യാമാതാവ് മലനാട്ടിലേക്ക് ബന്ധപ്പെട്ടു പോയി എന്ന്. മലനാട്ടിൽ യഹൂദി പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ വാക്യമൊന്നും വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അവിടെ ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോഴേക്കും ആ ഒരു നല്ല ഫെലോഷിപ്പ് അവിടെ കിട്ടി. വിശ്വാസിയുമായൊരു ഫെലോഷിപ്പ് കിട്ടി. കന്യാമാതാവ് വിശ്വാസത്തോടെ വചനം സ്വീകരിച്ചു. എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അതേ അനുഭവത്തിലുള്ള എലിസബത്ത്, ദൈവത്തിൻ്റെ അത്ഭുതകൃപയാൽ 6 മാസം ഗർഭിണിയായ എലിസബത്ത് കന്യാമാതാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എന്തൊരത്ഭുതം! ഒരേ ആശയഗതിയുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ സത്യമായ ആരാധന അവിടെ നടക്കും. അന്ന് അവിടെ മലനാട്ടിൽ യഹൂദി പട്ടണത്തിൽ എലിസബത്തും കന്യാമാതാവും കൂടി കണ്ടപ്പോൾ സത്യാരാധന നടന്നു. സത്യമായ ആരാധന. വിശ്വാസമുണ്ടെങ്കിൽ ആരാധന, വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി, വിശ്വാസമുണ്ടെങ്കിൽ സമാധാനം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിർമ്മലമായ വിശ്വാസമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വചനം പറയുന്നു, എന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടായതായിരിക്കില്ല. പലരും എന്തെല്ലാം പറയുന്നത്, അപവാദങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നുറുങ്ങ്, ഒരു ലേശം നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല, അനുഗ്രഹം കിട്ടുകയില്ല. കാരണം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നെ ഉയർത്താൻ പറയുന്നതല്ല കേട്ടോ. ഒന്നെനിക്കറിയാം, പരിശുദ്ധാത്മാവിൽ മാത്രമേ വചനം പറയാൻ സാധിക്കുകയുള്ളൂ. പ്രസംഗം പറയാം,
വചനം പറയണമെങ്കിൽ, വചനം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. വചനമായിട്ട് വരണമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വചനം തുടരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ഹൃദയം നീറണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ഹൃദയത്തിൽ കുറ്റബോധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ഇന്ന് അനേകരും മരവിച്ചിരിക്കുന്നു, അനേകരും മരവിച്ചിരിക്കുകയാണ്, തഴമ്പിച്ചിരിക്കുകയാണ്. എന്തിനും പറഞ്ഞിട്ടുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഈ പരിചയം അത് ഒരു പുച്ഛത്തെ ഉളവാക്കുന്നു. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് ഉണ്ടാക്കുന്നതിന് കാരണം ഫെമിലിയാരിറ്റി. എന്നും ഇതല്ലേ കേൾക്കുന്നത്. ഒരു ആർത്തിയില്ല വചനത്തിന്. കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. വചനം കേൾക്കാനുള്ള ആർത്തിയില്ല. ശരിയാ, നിങ്ങൾ വചനം കേൾക്കാൻ ആർത്തി കൊണ്ട് വരുന്നുണ്ട്, ശരി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും വചനത്തോടുള്ളതായ ആ ദാഹമില്ല, വചനം കേൾക്കാനുള്ളതായ ആർത്തിയില്ല. ആർത്തി വരണം വചനത്തിന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിലർ തീർച്ചയായിട്ടും വചനം കേൾക്കാൻ ആർത്തി കൊണ്ട് വരുന്നവരുണ്ട്. അവർക്ക് വചനം കിട്ടുന്നുമുണ്ട്, അനുഗ്രഹം കിട്ടുന്നുമുണ്ട്. നമ്മുടെ ഹൃദയം മുഴുവനായിട്ട് തുറന്ന്, കർത്താവേ, ഞാൻ ഈ വചനം പറയുന്നയാളെ നോക്കുന്നില്ല, ആരെന്ന് ഞാൻ നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. യേശുക്രിസ്തു ഇന്ന് എന്നെ സ്നേഹിച്ച് എന്നോട് സംസാരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ അരികത്ത് വന്ന് എന്നോട് ഹൃദ്യമായി സംസാരിക്കുന്നു. ഞാനത് സ്വീകരിക്കും. ഈ ഒരു ബോധ്യത്തോടും സമർപ്പണത്തോടും കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്താണ് നിങ്ങളുടെ യാചന വിഷയം, പ്രാർത്ഥന വിഷയം എന്താണെങ്കിലും നിങ്ങൾക്ക് തരും. അങ്ങനെ ചോദിച്ച് വാങ്ങുന്നൊരു പ്രകൃതി നമുക്ക് വേണം. ചോദിച്ച് വാങ്ങണം, അപേക്ഷിച്ച് വാങ്ങണം. ശമൂവേലിൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഹന്ന പറയുകയാണ്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് ശമൂവേൽ എന്ന് പേരിട്ടു. അപേക്ഷിച്ച് വാങ്ങണം. 21-ാം സംഘത്തിൽ നാം ഒരു വാക്യം പഠിച്ച് ഓർക്കുന്നുണ്ടോ? അധരങ്ങളുടെ യാതന നിഷേധിക്കുകയില്ല. അധരങ്ങളുടെ യാതന നിഷേധിക്കുകയില്ല. എപ്പോൾ? വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ അധരങ്ങളുടെ യാതന നിഷേധിക്കുകയില്ല. ഇന്ന് നിങ്ങൾ പലരും ഒരുപക്ഷെ മനസ്സ് നീറിയിരിക്കാൻ വന്നത്, മനസ്സ് നൊന്തുകൊണ്ടിരിക്കുന്നുണ്ടാകും, സമാധാനം ഇല്ലാതിരിക്കുന്നുണ്ടാകും, പലതരത്തിലുള്ളതായ ആകുലങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാം ക്രിസ്തു കാണുന്നു. നിങ്ങളുടെ ദുഃഖം ക്രിസ്തു കാണുന്നു, നിങ്ങളുടെ ഭാരം ക്രിസ്തു കാണുന്നു, നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ കർത്താവ് കാണുന്നു, നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കർത്താവ് കാണുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ ഞെരുക്കം കർത്താവ് കാണുന്നു, നിങ്ങൾ നേരിടുന്ന അനേകം പ്രതിസന്ധികൾ കർത്താവ് കാണുന്നു. വിശ്വസിക്കൂ, എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എനിക്ക് തന്നൊരു ഭാഗ്യം അതാണ്. മുഴുവൻ വിശ്വസിക്കാനൊരു ഭാഗ്യം കിട്ടി. ഒരു അണുപോലും സംശയിക്കാതെ വിശ്വസിക്കാനൊരു കൃപ എനിക്ക് കിട്ടി. അത് തന്നൊരു ദൈവം തന്ന ദാനം. അതുകൊണ്ടാണ് ഇത്രയേറെ എതിർപ്പുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഭാതലത്തിൽ നിന്നും മേലാളന്മാരുടെ വക്കിൽ നിന്നെല്ലാം ഉണ്ടായപ്പോൾ ഒരു കൂസലുമില്ലാതെ എൻ്റെ കർത്താവിന് വേല ചെയ്യുന്നത്. അതുകൊണ്ടാണ്. എനിക്കൊരു പരുങ്ങലുമില്ല. യേശുക്രിസ്തു എന്നെ നയിക്കുന്ന എനിക്ക് ബോധ്യമുണ്ട്. ക്രിസ്തു എന്നെ കണ്ടു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നെ ക്രിസ്തു വിളിച്ചിറക്കിയെന്നൊരു ബോധ്യമുണ്ട്. വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകുകയില്ല എന്നുള്ള ബോധ്യമുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ള ബോധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുവാൻ കർത്താവ് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബസ് സ്റ്റേഷനിൽ കിടന്ന് പത്രം വിരിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരും കോഴിക്കോടും കൊട്ടാരക്കരയും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും എത്രയോ രാത്രികൾ ഞാൻ അവിടെ എല്ലാം കിടന്നുറങ്ങി. എന്തിനാ? വേറൊന്നിനുമല്ല. സ്തോത്രം. എൻ്റെ യേശുവിനെ സാക്ഷിക്കാൻ ഞാൻ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവർ വിളിച്ചതുകൊണ്ടാണ് പോയത്. ഓരോ സ്ഥലത്തും പോയി വിളിച്ചതുകൊണ്ടാണ്, ക്ഷണിച്ചുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാനതിൻ്റെ എല്ലാം സൽഫലം അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു. കർത്താവിന് വേണ്ടി ഓടിയത് വ്യർത്ഥമായില്ല. കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് വ്യർത്ഥമായില്ല. കർത്താവിന് വേണ്ടി ഉറക്കളച്ചത് വ്യർത്ഥമായില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ സമയം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസികളായി തീരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം തളിരിടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വാസ വീരന്മാരായി തീരുമെന്ന്. ക്രിസ്തു ജീവിക്കുന്നു.
ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. എൻ്റെ പാപം മുഴുവൻ ക്രിസ്തു വഹിച്ചു, മുഴുവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് ക്രിസ്തു, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ക്രിസ്തു ഏറ്റു. വിശ്വസിക്കുന്നു. വീണ്ടും ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ക്രിസ്തു എന്നെ കാണുന്നു. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. അത്ഭുതകരമായ വിജയം നിങ്ങൾക്ക് ലഭിക്കും. സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അനുഗ്രഹീതമായ ശോഭനമായ ഒരു നല്ല ഭാവി നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മേൽ ഓതുവാൻ പ്രസാദിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പാപികളാണെങ്കിലും ഞങ്ങൾ അവിശ്വാസികളാണെങ്കിലും അവിടെ ഞങ്ങളെ തേടി വന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. വചനകെട്ട് എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.